ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ കണ്ട പോലെ ഇന്ന് എല്ലാവരും കൂടെ മൂകാംബികയെ പോവാണ് കേട്ടോ. കുറേ നാൾ ആയി നമ്മൾ വിചാരിക്കണേ മൂകാംബികയെ പോകണം എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് കേട്ടോ പോകാൻ പറ്റിയത്. അപ്പോൾ അതാ രാവിലെ തന്നെ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. ട്രെയിനല്ല, നമ്മൾ ട്രാവലറാണ് കേട്ടോ പോണേ. അങ്ങനെ ഒരു 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10 മണിക്കൂറിൻ്റെ ഒരു ജേണി ഉണ്ടായിരിക്കും മൂകാംബികയിലേക്ക്. നമ്മളിവിടെ കൊയിലാണ്ടി ടു മൂകാംബികയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു കണ്ണൂരൊക്കെ എത്തിയപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഗ്യാസിൻ്റെ ഒക്കെ ഷോർട്ടേജ് കൊണ്ട് നമുക്ക് ഫുഡ് കിട്ടുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ കൊണ്ടുവന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മളൊരു മംഗലാപുരമൊക്കെ എത്തിയപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു. കാരണം കുറേ നോക്കിയിട്ടാണ് നല്ലൊരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ കിട്ടിയത്. കാരണം അത്രയും ഹോട്ടൽസ് ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ നമ്മൾ മീൽസാണ് ഓർഡർ ചെയ്ത്. വെജ് മീൽസും ഫിഷ് മീൽസ്, അതുപോലെ ചിക്കൻ താലി മീൽസ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡ് ഭയങ്കര ഇതൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. പിന്നെ നമ്മളിതാ അവിടെ നിന്ന് പോന്ന് ഏകദേശം ഒരു 10 മണിക്കൂറിൻ്റെ അടുത്ത്, അതായത് നമ്മൾ പോകുന്നത് ഒരു 7:30 പോന്നിട്ട് ഒരു 5:30, 5 o'clock ആയ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് മൂകാംബികയിലേക്ക്. അപ്പം അങ്ങോട്ട് പോണ വഴിയാണ്. നമുക്ക് പകൽ കാണുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ രാത്രിയൊക്കെ ആകുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നുമായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിൽ കയറി. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. റൂം ഇതാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് അമ്പലം കേട്ടോ. അപ്പം നമ്മൾ വന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും എല്ലാവരും കൂടെ ഒന്ന് അമ്പലത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ ക്വിക്കായിട്ടൊരു റൂം ടൂർ കാണിക്കാം. ഇവിടെ നിന്ന് നമ്മൾ മെയിൻ ഡോറ്, പിന്നെ അവിടെ നിന്ന് ഒരു TV വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു TVയുടെ താഴെ തന്നെ ആയിട്ടൊരു ചെറിയൊരു ടേബിളല്ല, അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടൊരിത്. അവിടെ കെറ്റില്, കോഫി പൗഡർ, ഷുഗർ, അങ്ങനെയുള്ള ഇത്, ഒരു ബോട്ടിൽ വാട്ടർ. പിന്നെ ഇത് കബോർഡ് കേട്ടോ. തുറന്ന് കാണിക്കാം. ഇങ്ങനൊരു കബോർഡ് വരുന്നുണ്ട്. പുതിയൊരു കബോർഡാണ്. പിന്നെ ഇതാണ് ബെഡ്. പിന്നെ ഇത് വാഷ്റൂം. ഇങ്ങനെയാണ് റൂമിരിക്കുക. അപ്പോൾ റൂം അത്യാവശ്യം നല്ലൊരു റൂമാണ് കേട്ടോ. നമുക്ക് 2 പേർക്കൊക്കെ താമസിക്കാൻ പറ്റിയ നല്ല റൂം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് തൊട്ട് ബാക്കിൽ നീറ്റ് ഒരു ബിൽഡിങ്ങും കൂടെ ഉണ്ട്. പക്ഷേ ഇത് പുതിയ ബിൽഡിങ്ങാണ്. അപ്പോൾ പുതിയതായതുകൊണ്ട് തന്നെ നല്ല വൃത്തി ലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 2 പേരും നിന്നത് ഡബിൾ റൂമും, പിന്നെ ഇത് ട്രിപ്പിൾ റൂമാണ് കേട്ടോ. അതായത് 3 പേർക്കുള്ള റൂമാണ്. നമ്മൾ വേറൊരു റൂം ബുക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ അമ്പലത്തേക്ക്, നമ്മൾ 2 പേരും പോയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ പുറത്തൊക്കെ ആയിട്ട് അവിടെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ 1-2 സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുപ്പികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇത് കണ്ടപ്പോൾ ഒരു രസം തോന്നി. അങ്ങനെ ഞാൻ 1-2 ഒരു വള വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഞാൻ പിറ്റേ ദിവസം ഇട്ടിരുന്നത്. അപ്പം നമ്മൾ സ്റ്റേ ചെയ്തത് ഇവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതാണ് അമ്പലം. ഇത് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. ഇത്ര ദൂരെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രി അവിടെയൊക്കെ കറങ്ങി കണ്ടതിന് ശേഷം പിന്നെ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് റൂമിലേക്ക് പോയി. അങ്ങനെ നമ്മൾ അടുത്ത ദിവസം രാവിലെ തന്നെ കുളിച്ച് റെഡി അമ്പലത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് പൂവൊക്കെ വാങ്ങി വെച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് കയറിയിട്ടോ. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് മെയിനായിട്ട് എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടോ. പൊതുവേ മൂകാംബികയിൽ ഒരു തിരക്കുള്ള ഒരു സമയം എന്ന് പറയുമ്പോൾ രഥോത്സവത്തിൻ്റെ സമയത്തായിരിക്കും. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് രഥോത്സവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് തിരക്കില്ലായിരുന്നു. നമുക്കിങ്ങനെ അത്യാവശ്യം ക്യൂവിലൊക്കെ നിന്ന് കയറാവുന്ന തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ കയറി തൊഴാനായിട്ട് പറ്റിട്ടോ. പിന്നെ നമ്മളെല്ലാവരും കേൾവിയുള്ളൊരു കാര്യമാണ്, മൂകാംബിക അമ്മ വിചാരിക്കാണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു +2 പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൂകാംബികയിലേക്ക്. പിന്നെ അതിനൊക്കെ ശേഷം ഏകദേശം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് പിന്നെ എനിക്ക് വരാനായിട്ട് പറ്റിയത്.
അപ്പം നമ്മൾ ഇതാ വന്ന് തൊഴുത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത് നമ്മൾ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. സാന്നിധ്യം എന്നായിരുന്നു കേട്ടോ പേര്. അത്യാവശ്യം നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര തിരക്കും ഉണ്ടായിരുന്നു, നല്ലൊരു ഫുഡായിരുന്നു ചെയ്ത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിലെത്തി. ഇനി നമ്മൾ ഇവിടുന്ന് ലഗേജൊക്കെ എടുത്തിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ്. അത് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ.